മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്കാണ്. മാസപ്പടി കേസിൽ പിണറായി വിജയനെ സംരക്ഷിച്ച് മകൾ ടി വീണ. CMRL എക്സാലോജിക് കരാറുകളിൽ പിണറായി സ്വാധീനം ചെലുത്തിയതായി അറിയില്ല എന്നാണ് വീണ ഇഡിക്ക് മൊഴി നൽകിയത്. കർത്ത പിണറായി ബന്ധത്തെക്കുറിച്ചും ഒന്നും അറിയില്ല എന്ന് വീണ പറയുന്നുണ്ട്. വീണയ്ക്ക് കരാർ നൽകിയത് പിണറായിയുമായുള്ള അടുപ്പം കൊണ്ടാണ് എന്നായിരുന്നു ശശിധരൻ കർത്തയുടെ മൊഴി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്ന് ചേർന്നു. ജിജീഷ്, ശശിധരൻ കർത്ത പിണറായി കുരുക്കുന്ന മൊഴി, അതായത് ഏതെങ്കിലും ഒരു വീണയ്ക്ക് ഇല്ലാത്ത സേവനത്തിന് പണം നൽകേണ്ട കാര്യമില്ല, പിണറായിയുടെ സ്റ്റാറ്റസ്, പിണറായിയുടെ പൊസിഷൻ ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ വീണയുമായി ഇടപാടുണ്ടാക്കിയത് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇഡിക്ക് കർത്ത മൊഴി നൽകിയത്. ഈ ഒരു ഘട്ടത്തിൽ പിണറായിയുടെ ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിലും ഉണ്ടാകുമെന്ന ഒരു ഘട്ടം എത്തുമ്പോൾ വീണയ്ക്ക് അറിവുള്ള കാര്യമാണല്ലോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ആ ഒരു സമയത്ത് തന്റെ അച്ഛനെ സംരക്ഷിക്കുകയാണ് വീണ, അല്ലേ ജിജീഷ്? രാഗി പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനെ ഏതു വിധേനയും സംരക്ഷിക്കുക എന്ന രീതിയിൽ തന്നെ വീണ ഇറങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ മൊഴികളിൽ പോലും വളരെ കൃത്യതയോടുകൂടി, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം സംരക്ഷിക്കാം ആ രീതിയിലേക്ക് മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ശശിധരൻ കർത്ത പറഞ്ഞ മൊഴികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ടി വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്ന മൊഴി. നേരത്തെ ശശിധരൻ കർത്ത ഏറ്റവും നിർണായകമായ ഒരു മൊഴി നൽകിയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് വീണയുടെ കമ്പനിക്ക് എക്സാലോജിക്കിന് താൻ കരാർ നൽകിയത്, വീണയുമായി ഒരു കരാർ ഒപ്പിട്ടത്, IT സേവന കരാർ ഒപ്പിട്ടത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അത് പിണറായി വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പം മാത്രം മുന്നിൽ വെച്ചായിരുന്നു. തങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു, അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മകൾ വീണ ഇങ്ങനെ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നപ്പോൾ മറ്റൊന്നും നോക്കാതെ ആ ഒരു കരാറിൽ ഒപ്പിടാൻ താൻ തീരുമാനിച്ചത്. അങ്ങനെ 2,82,00,000 രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന നിലയിലേക്ക് എത്തിയതെല്ലാം തന്നെ പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിലാണ്. എന്നാൽ ഇപ്പോൾ വീണ പറയുന്നു അതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. ശശിധരൻ കർത്തയും തന്റെ പിതാവ് പിണറായി വിജയനുമായുള്ള അടുപ്പത്തെക്കുറിച്ച് തനിക്ക് ഒന്നും പറയാൻ കഴിയില്ല, അത്തരത്തിലുള്ള സൗഹൃദം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്നെല്ലാം തന്നെയാണ്. എന്നാൽ വീണ കൃത്യമായി പിണറായി വിജയന്റെ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് പല കമ്പനികളുമായി ആശയവിനിമയങ്ങൾ, IT സേവന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത്. അവിടെയാണ് CMRLുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാർ പോലും പിണറായി വിജയന്റെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടി വീണ നടത്തിയ ഇടപാടുകളുടെയും ഭാഗമായിരുന്നു. എന്നാൽ ടി വീണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് അറിയില്ല, തന്റെ പിതാവ് പിണറായി വിജയനും ഒപ്പം തന്നെ ശശിധരൻ കർത്ത എന്ന വ്യവസായിയും തമ്മിൽ, തനിക്ക് കരാർ നൽകിയ വ്യവസായിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദമുണ്ടായിരുന്നോ, ബന്ധമുണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്ന്. കാരണം 2024 ഏപ്രിലാണ് ശശിധരൻ കർത്ത നിർണായകമായ മൊഴി ഇഡിക്ക് നൽകുന്നത്. അന്ന് വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത്. ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി. കാരണം അതിനു മുമ്പ് പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചപ്പോഴും ഹാജരായിരുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നതും ഈ പിണറായി വിജയനുമായുള്ള അടുപ്പം അടക്കം അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാനായിരുന്നു ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് ശശിധരൻ കർത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യമുനയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ ചോദ്യം ചെയ്യലിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി അന്വേഷണ സംഘം നേരിട്ട് വീട്ടിലെത്തി ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തപ്പോഴാണ് പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങൾ ലഭിച്ചത്. പിന്നീട് അച്ഛന്റെ ബന്ധങ്ങളെ കുറിച്ച് അറിയില്ല എന്ന് മകൾ പറയുമ്പോൾ ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് വീണ. അക്കാര്യത്തിൽ തന്നെയാണ് ഇഡി വ്യക്തത തേടുന്നത്. ഇനി അച്ഛനെ മകൾ എത്ര സംരക്ഷിച്ചു പോന്നാലും ഇത് സംബന്ധിച്ചിട്ടുള്ള നിർണായകമായ മൊഴികൾ ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞു. ശശിധരൻ കർത്തയുടെ മൊഴിയുണ്ട് മുന്നിൽ. എന്തായാലും ഇഡി മുറുക്കുകയാണ്. അതിവേഗം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായിയുടെ ചോദ്യം ചെയ്യൽ എപ്പോൾ അറസ്റ്റിലാകുമോ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളും ബാക്കിയാണ്. ജിജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.